നമസ്കാരം. ട്രംപിനെ നിലത്തടിക്കാൻ തന്നെയാണ് മോദിപ്പടയുടെ തീരുമാനം. ആണവ യുദ്ധത്തിന് കോപ്പുകൂട്ടുന്ന ഹീറോ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ട്രംപിനെ വാരി നിലത്തടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും വിവാദങ്ങളും ചർച്ചകളും സൃഷ്ടിക്കാറുള്ള ഒരു നേതാവാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയപ്പെടുന്നത്. ഞാൻ പറയാതെ തന്നെ ലോകത്തിലെ സകലമാന ജനങ്ങൾക്കും ആ സത്യം അറിയാവുന്നതാണ്. ലോകത്തെ ഏറ്റവും അപകടകരമായിട്ടുള്ള ആണവ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സമാധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് താനാണ് എന്ന പുതിയ അവകാശവാദവുമായിട്ട് അദ്ദേഹം ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിനിടെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കടുത്ത സംഘർഷം നിലനിന്നിരുന്ന സാഹചര്യത്തിൽ ട്രംപ് ഇടപെടുകയും ഇരു രാജ്യങ്ങളെയും യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ദക്ഷിണേഷ്യൻ മേഖലയിലെ സമാധാനം നിലനിർത്തുന്നതിൽ മുൻപത്തെ അമേരിക്കൻ ഭരണകൂടങ്ങൾ പരാജയപ്പെട്ട ഇടത്താണ് തന്റെ നയതന്ത്ര വൈദഗ്ധ്യം വിജയിച്ചത് എന്നാണ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആര് വിചാരിച്ചാലും തീരുന്ന ഒരു പ്രശ്നമായിരുന്നില്ല അത് എന്നും, എന്നാൽ താൻ ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുമായിട്ട് സംസാരിക്കുകയും അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്നും വലിയൊരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിയത് തന്റെ ഇടപെടലിലൂടെയാണ് എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താൻ ഇടപെട്ട് നിർത്തിയെന്ന അവകാശവാദം ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. മാത്രമല്ല, ആണവ യുദ്ധമാണ് താൻ ഇടപെട്ട് ഒഴിവാക്കിയതെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. രണ്ടാം സർക്കാരിന്റെ ആദ്യ വാർഷികത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്താണ് ട്രംപ് ഇക്കാര്യം വീണ്ടും പറയുന്നത്. അതായത് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇക്കാര്യം സമ്മതിച്ചതാണ് എന്ന് ട്രംപ് പറയുമ്പോഴും ഇന്ത്യ പക്ഷേ ഇത് സമ്മതിച്ചിട്ടുണ്ടോ? ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. ഇന്ത്യ സമ്മതിക്കാത്തത് മാത്രമല്ല, ഇവിടെ ഒരു അമേരിക്കക്കാരന്റെയും ഒരു ട്രംപിന്റെയും ആവശ്യം ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല എന്ന് മോദി വെട്ടിപ്പുറത്ത് പറഞ്ഞിട്ടുമുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യക്ക് ഇവരെ പോലുള്ളവരുടെ ഒന്നും സഹായമോ ആവശ്യമോ വേണ്ടിവരില്ല. മാത്രമല്ല, പാകിസ്ഥാനിനെ പോലൊരു രാജ്യത്തെ തകർക്കുവാനോ പാകിസ്ഥാനെതിരെ രണ്ട് ആയുധം പ്രയോഗിക്കുവാനോ ഇവരുടെ ആരുടെയും പിൻബലവും ഇന്ത്യക്ക് ആവശ്യമില്ല എന്ന് പലവട്ടം നരേന്ദ്രമോദിയും ഇന്ത്യയും പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും ഈ വീണ്ടും ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നാണം കെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ട്രംപ് നടത്തി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനായിട്ടുള്ള ചർച്ചകൾ വീണ്ടും തുടങ്ങാനിരിക്കെയാണ് ട്രംപ് വീണ്ടും ഈ അവകാശവാദവുമായിട്ട് മുന്നോട്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തന്റെ ഭീഷണി കാരണമാണ് നിർത്തിയത് എന്നുള്ള പ്രസ്താവന മുൻപ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. അന്ന് ഡൊണാൾഡ് ട്രംപിന് കൃത്യമായ മറുപടി ഇന്ത്യ നൽകുകയും ചെയ്തിരുന്നു. വാരിയിട്ട് അലക്കേണ്ട തലത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ പല സാമൂഹ്യ മാധ്യമങ്ങളടക്കം ട്രംപിനെതിരെ ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, വളരെ ശക്തമായിട്ടുള്ള നിലപാടെന്ന് നരേന്ദ്രമോദിയും ഇന്ത്യൻ പ്രതിരോധ സേനയും ഏറ്റെടുക്കുകയും പറയുകയും ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വീണ്ടും ഒരു വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ വീണ്ടും നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും നാണം കെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള ട്രംപിന്റെ ഈ പ്രവർത്തനങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയുന്നതല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അതീവ വഷളായിരുന്നു. ഇന്ത്യ ബാലാക്കോട്ട് വ്യോമാക്രമണം നടത്തുകയും പാകിസ്ഥാൻ തിരിച്ചടിക്കുകയും ചെയ്തതോടെ ഒരു യുദ്ധത്തിന്റെ പ്രതീതിയാണ് അന്ന് ഉണ്ടായത്. ഈ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന് പലതവണ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും കാശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി പ്രശ്നങ്ങളിൽ മൂന്നാമതൊരു രാജ്യത്തിന്റെ ഇടപെടൽ ആവശ്യമില്ല എന്നതായിരുന്നു ഇന്ത്യയുടെ എക്കാലത്തെ നിലപാട്. അതുകൊണ്ട് തന്നെ മോദിയും ഇന്ത്യയും മുന്നോട്ട് വെച്ച ആ നിലപാടിൽ നിന്ന് വെള്ളം ചേർക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ട്രംപിന്റെ മധ്യസ്ഥ വാഗ്ദാനങ്ങളെ അന്നത്തെ ഇന്ത്യൻ സർക്കാർ വളരെ നയതന്ത്രപരമായി തന്നെ നിരസിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. എന്നിരുന്നാലും താൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ വലിയ നീക്കങ്ങൾ നടത്തി എന്നുള്ള അവകാശവാദം വീണ്ടും ട്രംപ് ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. 2021 ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക വിഭാഗങ്ങൾ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ കർശനമായി പാലിക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ തീരുമാനത്തിന് പിന്നിലും തന്റെ ഭരണകൂടം ഒരുക്കിയ അന്തരീക്ഷമാണ് എന്നുള്ളതാണ് ട്രംപ് വിശ്വസിക്കുന്നത് ഇപ്പോഴും. മാത്രമല്ല, പാകിസ്ഥാന് നൽകിയിരുന്ന സൈനിക സഹായങ്ങൾ വെട്ടിക്കുറച്ചതും ഭീകരവാദത്തിനെതിരെ കർശന നിലപാട് സ്വീകരിച്ചതും പാകിസ്ഥാനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചു എന്നാണ് ട്രംപിന്റെ അനുകൂലികൾ വാദിക്കുന്നത് എന്നുള്ള. അപ്പോൾ ട്രംപിന്റെ ഈ അവകാശവാദത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പല രീതിയിലാണ് വിലയിരുത്തുന്നത് എന്നുള്ളത്. ട്രംപ് പലപ്പോഴും തന്റെ നേട്ടങ്ങളെ അതിശയോക്തിയോടുകൂടി അവതരിപ്പിക്കാറുണ്ട് എന്നും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ റഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളും പലപ്പോഴും മധ്യസ്ഥ ശ്രമങ്ങൾ നടത്താറുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് സ്വന്തം പേരിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്
വളരെ കൃത്യമായിട്ടുള്ള വിമർശനം ഉണ്ടാകുന്നത്. അപ്പൊ പാകിസ്ഥാനുമായിട്ട് ചർച്ച വേണമെങ്കിൽ ഭീകരവാദം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ എപ്പോഴും വ്യക്തമാക്കാറുള്ളതാണ്. ഇന്ത്യയുടെ ഈ ഉറച്ച നിലപാടാണ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ തന്നെ വരുത്തിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അമേരിക്കയിലെ ഇന്ത്യൻ വംശജരുടെയും ദക്ഷിണേഷ്യൻ വംശജരുടെയും വോട്ട് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ് ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ വിദേശ നയത്തിൽ എന്നും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ട്രംപിന്റെ കാലത്ത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വലിയ തോതിൽ മെച്ചപ്പെട്ടിരുന്നു. ഹൗഡി മോദി പോലുള്ള പരിപാടികൾ ഇതിന് ഉദാഹരണമായിട്ട് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനോട് ട്രംപ് സ്വീകരിച്ച കടുത്ത നിലപാട് ആ രാജ്യത്തെ സാമ്പത്തികമായിട്ടും നയതന്ത്രപരമായിട്ടും ഒക്കെ തളർത്തി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇതിന്റെ എല്ലാം ആകെ തുകയാണ് നിലവിലെ സമാധാന അന്തരീക്ഷമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും ട്രംപ് വിചാരിച്ചുകൊണ്ടതല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചതെന്ന് ട്രംപ് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള നയതന്ത്ര ബന്ധവും ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണത്തോടുള്ള ഇടപെടലുകളാണ് ആ യുദ്ധത്തെ അവിടെ അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡൊണാൾഡ് ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ വലിയ വാർത്താ പ്രാധാന്യമൊക്കെ നേടുമ്പോഴും ഇന്ത്യയോ പാകിസ്ഥാനോ ഔദ്യോഗികമായിട്ട് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഏതായാലും ലോകത്തെ തന്നെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ താൻ വിജയിച്ചു എന്ന് വരുത്തി തീർക്കുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണകരമാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ദക്ഷിണേഷ്യയിലെ ആണവ ആയുധ ശക്തികളായിട്ടുള്ള അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം അത് ലോകത്തിന്റെ തന്നെ ആവശ്യമാണ്. തമ്മിൽ ആരുടെ ഇടപെടലായാലും അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ വസ്തുതകൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് മാത്രമായിരിക്കണം മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അല്ലാതെ ഞങ്ങൾ ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടായത് എന്ന് പറയപ്പെടുന്ന ട്രംപിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ, ഒപ്പം തന്നെ മുന്നറിയിപ്പുകൾ നൽകുവാൻ മോദി തയ്യാറെടുക്കുകയാണ്. മാത്രമല്ല മോദിയോടൊപ്പം ചേർന്നുള്ള ഇന്ത്യയുടെ പട, ഈ മോദിപ്പട എന്ന് പറയപ്പെടുന്ന പട ട്രംപിനെ നിലത്തടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഈ ആണവ യുദ്ധത്തിനൊക്കെ കോപ്പ് കൂട്ടുന്ന ഒരു ഹീറോ ആയിട്ട് ട്രംപിനെ കാണേണ്ടി വരുന്നു. സ്വയം ഹീറോ ആയി പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു നേതാവായി ട്രംപ് മാറുന്നു. ഇത്രത്തോളം ഇളിഭ്യനായ, ഇത്രത്തോളം ഒരു കോമാളിയായി തീരുന്ന തരത്തിലേക്ക് ട്രംപ് മാറുന്നു എന്നുള്ളത് അദ്ദേഹം പോലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിഷയങ്ങളിൽ ഇടപെട്ട് അതിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചത് താനാണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്ന ട്രംപിനെ ഇനി ഒരിക്കൽ കൂടി അത്തരത്തിലുള്ള അവകാശവാദവുമായി വന്നാൽ ഈ ഇന്ത്യൻ പടയും ഒപ്പം തന്നെ മോദിയും ട്രംപിനെ പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ട്രംപിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുവാനും മറുപടി കൊടുക്കുവാനും അത് പരോക്ഷമായിട്ടാണെങ്കിലും പ്രത്യക്ഷമായിട്ടാണെങ്കിലും നൽകുവാൻ മോദിയും ഇന്ത്യയും തയ്യാറാണ്. മോദിയുടെയും ഇന്ത്യയുടെയും ഇടപെടലുകളിൽ പലപ്പോഴും വിറളി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് പലപ്പോഴും ട്രംപിന്റെ ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങളും അവകാശവാദങ്ങളുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.